നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഫേസ് ക്രീം മാറ്റിവെച്ചതിന് അമ്മയുടെ വാരിയലിൽ കമ്പിപ്പാര കൊണ്ട് തല്ലിയൊടിച്ച മകൾ. പാലക്കാട് ലോൺ ആപ്പിന്റെ ഭീഷണിയെ തുടർന്ന് യുവാവിന്റെ ആത്മഹത്യ. കാസർഗോഡ് കുമ്പള കവർച്ചയിൽ പ്രതി പിടിയിലായ കേസ്. ഈ വാർത്തകളാണ് സ്പോട്ട് ലൈവ് പ്രധാനമായും പരിശോധിക്കുന്നത്. ആദ്യം സ്പോട്ട് ലൈവ് പോകുന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ അമ്മയുടെ വാരിയലിൽ കമ്പിപ്പാര കൊണ്ട് തല്ലിയടിച്ച മകൾ അറസ്റ്റിനായി. പനങ്ങാട് സ്വദേശിനി നിവിയാണ് പിടിയിലായത്. ഫേസ് ക്രീം മാറ്റിവെച്ചതാണ് 70 വയസ്സുള്ള അമ്മയെ നിവിയ ക്രൂരമായി മർദ്ദിച്ചത്. നിവിയ മുൻപും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. നിവിയക്കെതിരെ ഗുണ്ട ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്താനാണ് തീരുമാനം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഏതാനും നാളുകൾക്ക് മുൻപ്, ഏതാനും മാസങ്ങൾക്ക് മുൻപ് ആലപ്പുഴയിൽ ഒരു കൗമാരക്കാരി സ്വന്തം അമ്മയെ ക്രൂരമായി മർദ്ദിച്ചൊരു കേസ് നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷെ അതിലും ക്രൂരമായിട്ടുള്ളൊരു രീതിയാണ് കൊച്ചി പനങ്ങാട് മകളുടെ ഭാഗത്തുനിന്ന് അമ്മയ്ക്ക് നേരെ ഉണ്ടായത്. അതും ഫേസ് ക്രീം മാറ്റിവെച്ചതിന് അമ്മയെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നു, കമ്പിപ്പാര കൊണ്ട് അവരെ തല്ലി ഓടിക്കുന്നു, വാരിയലിൽ തല്ലി ഓടിക്കുന്നു. എന്താണ് ഈ സംഭവത്തിന് പിന്നിൽ? പോലീസ് എന്താണ് പറയുന്നത്? ടോമി, 30 വയസ്സുകാരി നിവിയയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. ലഹരി കേസ് ഉൾപ്പെടെയുള്ളൊരു 30 വയസ്സുകാരിയാണ് ഈ നിവിയ. അമ്മ 70 വയസ്സുണ്ട്. ഈ അമ്മയുമായി നിരന്തരം നിവിയ തർക്കത്തിലായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഓരോ സമയത്തും, പ്രത്യേകിച്ച് അമ്മ നിവിയയുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും ഈ അമ്മയെ ഉപദ്രവിക്കുന്ന ഒരു കുട്ടി കൂടിയാണ്, ഒരു മകൾ കൂടിയായിരുന്നു നിവിയ. അങ്ങനെ തുടർച്ചയായി ഉണ്ടാകുന്ന വഴക്കുകൾക്ക് അതിലൊരു കാരണം ഈ ക്രീമുമായി ബന്ധപ്പെട്ടതാണെന്നാണ് പോലീസ് പറയുന്നത്. പോലീസിന്റെ എഫ്ഐആർ പറയുന്നത് അപ്രകാരം തന്നെയാണ്. ഈ അനാവശ്യമായി അമ്മ നിവിയയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതാണ് ക്രൂരമായ മർദ്ദനയ്ക്ക് കാരണമായതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. വൈകിട്ട് 6 മണിയോടുകൂടിയാണ് നിവിയ അമ്മ തൊഴിലുറപ്പ് ജോലി ചെയ്താണ് അവർ ഈ പണം സമ്പാദിക്കുന്നത്. ഈ അമ്മയോട് തന്റെ ഫേസ് ക്രീം എടുത്തോ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു താനത് എടുത്തിട്ടില്ല എന്ന്. പക്ഷെ അത് നിവിയ വീണ്ടും അമ്മയാണ് അതെടുത്ത് മാറ്റിയതെന്ന് വാദിച്ചുകൊണ്ട് ആദ്യം ഇവരെ അസഭ്യം പറയുന്നു. അതിനുശേഷമാണ് ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനത്തിന് വരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. എഫ്ഐആർ പറയുന്നത് തന്നെ വളരെ ക്രൂരമായിട്ടാണ് നിവിയ തന്റെ അമ്മയെ മർദ്ദിച്ചിരിക്കുന്നത്. വാരിയെല്ലൊക്കെ ഒടിഞ്ഞ ഇപ്പോൾ ആശുപത്രിയിലാണ് ഈ അമ്മ. പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് പ്രകാരം ഈ അമ്മയെ ആദ്യം തടഞ്ഞു നിർത്തി കൈകൊണ്ട് കഴുത്തിൽ കുത്തിപ്പിടിച്ച് കരണത്തടിച്ചു. പിന്നീട് കാലുകൊണ്ട് ചവിട്ടി, കമ്പിപ്പാര കൊണ്ട് വലത് കൈയിലടിച്ചു. അടികൊണ്ട് താഴെ വീണ അമ്മയെ അസഭ്യം പറഞ്ഞ് നെഞ്ചിൽ വീണ്ടും കമ്പിപ്പാര കൊണ്ട് അടിക്കുകയായിരുന്നു. ഈ അടിയിൽ വാരിയെല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ടെന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത്. തുടർന്ന് ഈ അമ്മയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാരെല്ലാവരും ഓടിക്കൂടുകയും ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. എന്തായാലും വാരിയെല്ലുകളൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. ഈ സംഭവത്തിന് ശേഷം നിവിയ ഒളിവിൽ പോയിരുന്നു. ഇന്ന് രാവിലെ നിവിയനെ വയനാട് മാനന്തവാടിയിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ അറസ്റ്റ് ചെയ്ത സമയത്ത് നിവിയയുടെ ഒപ്പം 10 വയസ്സുള്ള ഒരു മകളും ഉണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നു. എന്തായാലും നിവിയയുമായി സംഘം ഉടനെ തന്നെ പനങ്ങാട് സ്റ്റേഷനിലേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിവിയയുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ പോലീസ് പറയുന്നത് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നിവിയ. അതിൽ 2020 നെട്ടൂർ സ്വദേശിയുടെ കൊലപാതകം, അതുമായി ബന്ധപ്പെട്ട് നിവിയയ്ക്ക് പങ്കുണ്ടായിരുന്നു. അതായത് കൊലപാതക സംഘത്തിലും നിവിയ ഉണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. ഒരു ലഹരിയിലാണോ ഈ അമ്മയെ നിവിയ ക്രൂരമായി മർദ്ദിച്ചത്? അതായത് ഫേസ് ക്രീം കാണാത്തതിനെ തുടർന്ന് അമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു, കരണത്തടിക്കുന്നു. ഒരു സ്വാഭാവിക മാനസിക നിലയിലുള്ള ഒരാൾ സ്വന്തം അമ്മയോട് ഇതുപോലുള്ളൊരു ക്രൂരത കാട്ടുമോ? നിവിയ ലഹരിക്ക് അടിമയാണോ? പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടത്? കാരണം ഇവിടെ ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. അതിനപ്പുറം ഇതൊരു ലഹരിക്ക് അടിമയാണോ എന്നൊരു സംശയമുണ്ടല്ലോ.
അതെ, എന്തായാലും പോലീസ് അക്കാര്യം ഒന്നും സ്ഥിരീകരിക്കുന്നില്ല. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ പനങ്ങാട് സ്റ്റേഷനിലേക്ക് എത്തിക്കും. അതിനുശേഷം മാത്രമായിരിക്കും പോലീസ് നിവിയ ഏത് മാനസികാവസ്ഥയിലാണ് ഈ അമ്മയോട് ഇത്രയും വലിയ ക്രൂരത ചെയ്തതെന്ന് വ്യക്തമാകുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇനാനുപുരത്ത് ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച ഒരു കേസിലും അതിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ് ഈ പെൺകുട്ടി. അതോടൊപ്പം തന്നെ ഒരു ലഹരി കേസിലും പിടികൂടിയിട്ടുണ്ട്. അങ്ങനെ ഏത് വിധത്തിൽ നോക്കിയാലും ഒരു വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ ക്രിമിനൽ ആളുകളുമായി ബന്ധം പുലർത്തുന്ന ഒരു പെൺകുട്ടിയാണ് നിവിയ എന്ന് പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിവിയെ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് പോലും അന്വേഷണ സംഘം കടക്കാനുള്ളൊരു പോലീസ് നീക്കത്തിലേക്കാണ്. കാരണം ഇനിയുടെ പശ്ചാത്തലം നോക്കുമ്പോൾ നിരവധി ക്രിമിനൽ കേസ്, കൊലപാതകം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. അതിന്റെ വിചാരണ ഉടനെ തന്നെ ആരംഭിക്കുകയും ചെയ്യും. ആ തരത്തിൽ പോലും നിവിയ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ആള് തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. ആ രീതിയിലേക്കായിരിക്കും പോലീസിന്റെ നീക്കവും. ഈ അമ്മയെ മർദ്ദിക്കുന്ന സമയത്ത് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയില്ല. അതിലെന്തായാലും ഇപ്പോൾ വയനാട് മാനന്തവാടിയിലാണ് ഈ യുവതിയെ പിടികൂടിയത്. അതിനുശേഷം പോലീസ് പനങ്ങാട് എത്തിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കൂടുതൽ വിശദമായിട്ട് അറിയാൻ കഴിയുകയുള്ളൂ. വൈദ്യപരിശോധന അടക്കം നടത്തിയതിനു ശേഷം മാത്രമേ പോലീസ് അത് സ്ഥിരീകരിച്ച് പറയുകയുള്ളൂ. എന്തായാലും ഒരു കാര്യം ശരിയാണ്, ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. അമ്മയോട് നിരന്തരം കലഹിക്കുന്ന അല്ലെങ്കിൽ അമ്മയുമായി നിരന്തരം പ്രശ്നം ഉണ്ടാക്കുന്ന, അമ്മയെ ഉപദ്രവിക്കുന്ന ഭർത്താവുമായി ബന്ധം വേർപിരിഞ്ഞതാണ്. അതിനുശേഷമാണ് സ്വന്തം വീട്ടിലേക്ക് പനങ്ങാട്ടേക്ക് എത്തിയത്. അവിടെ അമ്മയ്ക്ക് ക്രൂരമായ പീഡനങ്ങൾ, ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്, അല്ലെങ്കിൽ ആദ്യത്തെ സംഭവമാണെന്ന് തോന്നുന്നില്ല. ഇതിനു മുൻപും ഈ അമ്മയ്ക്ക് നേരെ യുവതിയുടെ ഭാഗത്തു നിന്ന് സമാനമായ രീതിയിലുള്ള ആക്രമണം, മർദ്ദനം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അമ്മയും മൊഴി നൽകിയത് അങ്ങനെ തന്നെയാണ്. ഈ ഭർത്താവുമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണ്. 10 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ഒപ്പം ആ കുട്ടിയും പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് മാനന്തവാടിയിൽ നിന്നും ഈ നിവിയെ പിടികൂടുന്ന സമയത്ത് ആ കുട്ടിയും ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. ഈ അമ്മ പോലീസിന് മൊഴി നൽകിയതും ഇതിനു മുൻപും പൈസയുടെ കാര്യങ്ങളുമായി പറഞ്ഞുകൊണ്ട്, അതായത് അമ്മയിൽ നിന്ന് പൈസ ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ നിരന്തരം തർക്കിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോഴും പലതരത്തിലുള്ള മർദ്ദനം, അമ്മ അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും അമ്മ പോലീസിന് പരാതി നൽകിയിരുന്നില്ല. പക്ഷെ ഇത് അല്പം ക്രൂരമായി പോയതുകൊണ്ട്, അതും നാട്ടുകാരിടപെട്ടത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ കേസായി മാറുകയും അമ്മ നിവിയക്കെതിരെ പരാതി നൽകുവാൻ രംഗത്തെത്തുകയും ഒക്കെ തയ്യാറായത്. വാരിയെല്ലുകൾ അടക്കം ഒടിഞ്ഞ ഒരവസ്ഥയിലാണ് അമ്മ ഇപ്പോൾ ഉള്ളത്. ആശുപത്രിയിൽ ചികിത്സയിലാണ്. നാട്ടുകാരാണ് ഇടപെട്ട് ഇത് ഡോക്ടർ തന്നെ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് തന്നെ ആശുപത്രിയിൽ നിന്നും പനങ്ങാട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. എന്തായാലും പോലീസ് ഇതിന്റെ തുടർ നടപടികളുമായി കൂടുതൽ അന്വേഷണത്തിലേക്ക് എടുത്തിരിക്കുകയാണ്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങേറ്റം ഒരു ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ് കൊച്ചി പനങ്ങാട് നിന്നും കേട്ടത്. സ്വന്തം അമ്മയെ ഇങ്ങനെ മർദ്ദിക്കുന്ന അല്ലെങ്കിൽ കൊലപ്പെടുത്തുന്ന ആൺമക്കളെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ്. കാരണം അവിടെയൊക്കെ വില്ലനാകാറുള്ളത് മദ്യവും ലഹരിയുമാണ്. ഇവിടെ ഒരു മകളാണ് അമ്മയ്ക്ക് നേരെ ആക്രമണം നടത്തിയത്. അതും ഫേസ് ക്രീം കാണാനില്ലെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് നേരെ പാഞ്ഞെടുക്കുന്നു, അമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. അതിനുശേഷം കമ്പിപ്പാര കൊണ്ട് അമ്മയുടെ വാരിയല് അടിച്ചൊടിക്കുന്നു. അമ്മ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ യുവതിയെ വയനാട്ടിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് കഞ്ചിക്കോട് ലോൺ ആപ്പിൽ നിന്നുള്ള ഭീഷണിയെ തുടർന്ന് യുവാവ് ജീവനൊടുക്കി. മേനോൻപാറ സ്വദേശി അജീഷാണ് മരിച്ചത്. ലോൺ ആപ്പിൽ നിന്ന് അജീഷ് പണം കടമെടുത്തിരുന്നു. റൂബിക്ക് മണി എന്ന ആപ്പിന്റെ പേരിലായിരുന്നു ഭീഷണി വന്നത്. നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്നായിരുന്നു ഭീഷണി. കൂടുതൽ പലിശ തിരിച്ചടച്ചിട്ടും ഭീഷണി തുടർന്നെന്ന് കുടുംബം ആരോപിക്കുന്നു. ഓൺലൈൻ ആപ്പിൽ കൂടെ പൈസ എടുത്തുള്ള ഇതായിരുന്നു. ഓൺലൈനിൽ ഇപ്പോൾ 500 എടുത്ത് 1000 ഉറുപ്പ് തരും, 2000 തരുമായിരുന്നു. അപ്പോൾ അത് 2 പലിശ കൂട്ടിയൊക്കെ അടച്ചടച്ച് 2000-3000 ഒക്കെ ആയിക്കൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഓൺലൈനിൽ പൈസ അടയ്ക്കാനും പറ്റില്ല. അവർ അടയ്ക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ അടയ്ക്കാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടച്ചു കഴിഞ്ഞാൽ വീണ്ടും അടയ്ക്കാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടച്ചില്ലെങ്കിൽ അവർ പറയുന്നത് നിങ്ങളുടെ ഫോട്ടോ അയച്ചു വിടും, അല്ലെങ്കിൽ കോൺടാക്ട് ലിസ്റ്റൊക്കെ അയച്ചു വരും. വാട്സപ്പിൽ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വാട്സപ്പിൽ അയച്ചിട്ട് കോൺടാക്ട് ലിസ്റ്റ് അയച്ചിട്ട് ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ഫോട്ടോ അയച്ചു കൊടുക്കും, മോർഫ് ചെയ്ത് ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോഴാണ് ഭീഷണി പറഞ്ഞത്. ആ ഫോട്ടോ കണ്ട് തന്നെ ഏട്ടൻ മാനസികമായി തളർന്നു.
അപ്പോൾ നമ്മൾ ലോൺ അടയ്ക്കുക പറഞ്ഞാൽ ആൾക്ക് സമാധാനപ്പെടില്ല. ലോൺ അടച്ചാൽ അതിൻ്റെ ഫോട്ടോ അവർ പൈസ അയച്ചുകൊണ്ടിരിക്കാൻ പറയുന്നത് കൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുന്നേ കാര്യം മൊത്തം അറിഞ്ഞത്, നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുപോലെ ആരെങ്കിലും ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. സംഭവത്തിൽ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. വിവരങ്ങളുമായി പ്രജിത്ത് കോങ്ങാട് ചേരുന്നു. പ്രജിത്ത്, ലോൺ ആപ്പിൻ്റെ ഭീഷണിയെ തുടർന്ന് ഉള്ള ആത്മഹത്യകൾ നമ്മൾ പലപ്പോഴും പലയിടത്തുനിന്നും കേൾക്കാറുണ്ട്. ഒരു 2 വർഷം മുൻപാണ് കൊച്ചി കടമക്കുടിയിൽ ലോൺ ആപ്പിൻ്റെ ഭീഷണിയെ തുടർന്ന് ദമ്പതിമാരും മക്കളും, അതായത് ഒരു കുടുംബത്തിലെ 4 പേർ ജീവനൊടുക്കിയത്. അതിനുശേഷമാണ് ഇതിൻ്റെ ഒരു അപകടം, ഗൗരവം കേരളം അന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്തതാണ്. നിരവധി യുവതികൾ, ചെറുപ്പക്കാർ ഒക്കെ ഈ ലോൺ ആപ്പിൻ്റെ കെണിയിൽപ്പെടുന്നുണ്ട്. പെട്ടെന്നൊരു പണം വായ്പയെടുക്കാൻ ലോൺ ആപ്പിൻ്റെ സഹായം തേടും. അതിനുശേഷം വലിയ പലിശ തിരിച്ചടയ്ക്കേണ്ടി വരും. നിവൃത്തിയില്ലാതെ വരുമ്പോൾ പലരും കടക്കിണിയിലാകും. അതിനുശേഷമാകും ലോൺ ആപ്പിൻ്റെ ആളുകളെന്ന പേരിൽ വാട്സപ്പിലൂടെ ഭീഷണി സന്ദേശം എത്തും. അതിനുശേഷം നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന ഭീഷണി ഉണ്ടാകും. സമാനമായ രീതിയിൽ തന്നെയാണോ ഈ യുവാവിന് നേരെയും ഭീഷണി ഉണ്ടായത്? ആത്മഹത്യ കാരണം ലോൺ ആപ്പിൻ്റെ ഭീഷണിയെന്ന് കുടുംബം ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ തെളിവുകൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ പ്രജിത്ത്? ടോമെ, കഴിഞ്ഞ ദിവസമാണ് ഈ മേനാമ്പാറ സ്വദേശി അജീഷ് ആത്മഹത്യ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഈ ബന്ധുക്കൾക്ക് മനസ്സിലാവുന്നത് അജീഷ് ലോൺ ആപ്പിൽ നിന്ന് ചെറിയ തുകയാണ് ലോൺ എടുത്തിരിക്കുന്നത്. അത് 2000-ൽ താഴെയാണ് ലോൺ എടുത്തിരിക്കുന്നത്. ആദ്യം 2000 രൂപ ലോൺ അപേക്ഷിക്കുമ്പോൾ 2000 രൂപ അയച്ചു കൊടുക്കുകയും അതിനുശേഷം 2500 തിരിച്ചടയ്ക്കുകയും, ഇതെല്ലാം 3 ദിവസത്തിനുള്ളിലാണ് 2500 തിരിച്ചയക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവർ പിന്നെയും ആ ആപ്ലിക്കേഷൻ ചോദിക്കുക, ഇനിയും ലോൺ വേണമെന്ന് ചോദിക്കുമ്പോൾ പിന്നെയും അവർ 3000 രൂപയോളം തിരിച്ച് ഇങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണുണ്ടായിരുന്നത്. അത് തിരിച്ചടയ്ക്കാൻ പിന്നെ പറഞ്ഞ സമയത്ത് ഈ അജീഷിന് തിരിച്ചടയ്ക്കാൻ പറ്റാതെ ആകുകയാണ്. അതിനുശേഷം ഈ ഒരു കനേഡിയൻ നമ്പർ എന്നാണ്, അത് വിദേശത്തുള്ള ഒരു നമ്പറിൽ നിന്നാണ് ഇയാൾക്ക് കോള് വരുന്നതും ആ കോള് വന്നതിൽ തിരിച്ചടയ്ക്കാൻ ഇയാളോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായിരുന്നത്. അത് മാത്രവുമല്ല, ഇയാളുടെ ഫോട്ടോ ഹാക്ക് ചെയ്ത് അത് മോർഫ് ചെയ്ത് ഇവരുടെ കോണ്ടാക്ട് ലിസ്റ്റിലേക്ക് അയച്ചു കൊടുക്കും എന്നും അജീഷിനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അജീഷ് ഒരു സാധാരണ കുടുംബത്തിലുള്ള ഒരാളാണ്. സ്വകാര്യ കമ്പനിയിലാണ് അജീഷ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു മെസ്സേജ് അവിടെ നിന്ന് അയക്കുന്ന സമയത്ത് അജീഷ് ആകെ മാനസികമായി തകർന്നിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അജീഷ് സ്വന്തം സഹോദരനടുത്തും കൂട്ടുകാരോടും ഇങ്ങനെ ഒരു പ്രശ്നത്തിലുണ്ട് എന്ന് പറയുകയും അത് നമുക്ക് സോൾവ് ആക്കാം എന്ന് കൂട്ടുകാർ പറഞ്ഞാലും പക്ഷെ അജീഷ് മാനസികമായി തളർന്നു. അങ്ങനെ അത് സോൾവ് ആവുകയില്ല. അവർ വീണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ കോണ്ടാക്ട് ലിസ്റ്റിൽ ഇതുമാതിരി മോർഫ് ചെയ്ത ഫോട്ടോ അജീഷിന് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഇനി തിരിച്ച് ഇയാളുടെ കോണ്ടാക്റ്റിലുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ അജീഷ് ഭയപ്പെടുകയും അതുകൊണ്ടാണ് അജീഷ് ആത്മഹത്യ ചെയ്തതും. അതിനുശേഷം ഈ ഫോണും ഇങ്ങനത്തെ ലോൺ ആപ്പിന്റെ സ്ക്രീൻഷോട്ടും ഇതെല്ലാം കൂടി കൊഴിഞ്ഞാമ്പാറ പോലീസിന് ബന്ധുക്കൾ കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറ പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരികയാണ്. പക്ഷെ ഇതിൽ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് വിദേശത്തുള്ള നമ്പറിൽ നിന്നാണ്. അജീഷ് ലോൺ ആപ്പിൽ നിന്നും പണം വായ്പ എടുത്തതെന്ന് വ്യക്തമായിട്ടുണ്ടോ പ്രജിത്ത്? തിരിച്ചടയ്ക്കാൻ ഉണ്ടായിരുന്നത് എത്ര തുകയാണ്? ബന്ധുക്കൾ പറയുന്നത് കാലയളവിനിടെയാണ് ഈ തട്ടിപ്പ് അതല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഭീഷണി ഉണ്ടായത്? ബന്ധുക്കൾ പറയുന്നത് 5000 രൂപയിൽ താഴെയാണ് 2 പ്രാവശ്യമായി. അതായത് ആദ്യം 3000 രൂപയും പിന്നെ അതിനുശേഷം ഇങ്ങനെ അവർ പറയുന്നത് 5000 രൂപയിൽ താഴെയാണ് എടുത്തിട്ടുള്ളൂ. അതിന്റെ ഇരട്ടിയോളം അടച്ചു കഴിഞ്ഞിരുന്നതും ഈ വീട്ടുകാർ അറിയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് 1 മാസത്തിന്റെ ഉള്ളിൽ മാത്രമായിട്ടാണ് ഇതിന്റെ ഇങ്ങനെ ലോൺ ആപ്പ് എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു അപകടം പറ്റി എന്ന് വീട്ടുകാർ അറിയുന്നത്. തോമസ്, യെസ്, ഇത് കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? പോലീസ് ഈ വിഷയത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് പ്രജിത്ത്? കുടുംബം കൊഴിഞ്ഞാമ്പാറ പോലീസിൽ കംപ്ലൈന്റ് നൽകിയിട്ടുണ്ട്. പോലീസിന് ഫോണും ഇവർ കൊടുത്തിട്ടുണ്ട്. ഇതിന് അവർ വിളിച്ചതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഇവിടെ ഈ അജീഷ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്പറുകളെല്ലാം വിദേശത്ത് നിന്നാണ് വരുന്നത്. അതിന്റെ സാങ്കേതികത്വം പോലീസ് ഇപ്പോൾ മനസ്സിലാക്കി വരുന്നുണ്ട്. അതിനുശേഷം സൈബർ പോലീസിലേക്ക് ഈ കംപ്ലൈന്റ് കൈമാറുമെന്നാണ് കൊഴിഞ്ഞാമ്പാറ പോലീസ് അറിയിച്ചിരിക്കുന്നത് ബന്ധുക്കളെ.
യെസ്, വ്യക്തമാണ്. പാലക്കാട് നിന്ന് പ്രജിത്ത് കോങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് കഞ്ചിക്കോടാണ് ലോൺ ആപ്പിൽ നിന്നുള്ള ഭീഷണിയെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയത്. നമുക്കറിയാം, ഇതുപോലുള്ള ഭീഷണികൾ, ഇതുപോലുള്ള ലോൺ ആപ്പുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴും ഇതുപോലുള്ള പരസ്യങ്ങൾ കാണാം. ചെറിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ പലരും പെട്ടെന്ന് പണം കിട്ടാൻ വേണ്ടി ഇവരിൽ നിന്നും വായ്പയെടുക്കും. അതിനുശേഷമാകും ഈ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ ഭീഷണി. കാരണം ലോൺ ആപ്പാണല്ലോ, തിരിച്ചടച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, കാരണം മറ്റേ ഈടുകളൊന്നുമില്ല. പക്ഷേ അതിനുശേഷം ഈ കെണിയിൽപ്പെടുമ്പോഴാണ് പലരും ഇതിൻ്റെ അപകടം തിരിച്ചറിയുക. ഭീഷണിപ്പെടുത്തും, മാനസിക പിരിമുറുക്കം ഉണ്ടാകും, മറ്റാരോട് ഇതിൻ്റെ പ്രയാസം പങ്കുവയ്ക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സാഹചര്യം ഉണ്ടാകും. ഓർക്കുക, എത്ര വലിയ ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടായാലും പരമാവധി ഇതുപോലുള്ള തട്ടിപ്പ് ആപ്പുകളിൽ നിന്നും പണം വായ്പ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാസർഗോഡ് കുമ്പള കവർച്ചയിൽ പ്രതി പിടിയിൽ. കാസർഗോഡ് സ്വദേശി ഇബ്രാഹിം എന്ന കലന്തർ ഇബ്രാഹിമാണ് കുമ്പള പോലീസിന്റെ പിടിയിലായത്. നായിക്കാപ്പ് സ്വദേശിയായ അഭിഭാഷകരുടെ വീട്ടിൽ നിന്നും 29 പവൻ സ്വർണവും വെള്ളിയും പണവും കവർച്ച ചെയ്ത കേസിലാണ് അറസ്റ്റ്. നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ. കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, കഴിഞ്ഞ ദിവസമാണ് ഈ കവർച്ച ഉണ്ടാകുന്നത്. എങ്ങനെയാണ് പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്? തീർച്ചയായും ടോമെ, കഴിഞ്ഞ ഞായറാഴ്ച ആണ് ഈ കവർച്ച ഉണ്ടായത്. അതായത് അഭിഭാഷികയായ ചൈത്ര എന്ന് പറയുന്നവരുടെ വീട്ടിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 29 പവൻ, അതോടൊപ്പം വെള്ളി, പിന്നെ പണം, ഇങ്ങനെ വലിയ കവർച്ചയായിരുന്നു, വൻ കവർച്ചയായിരുന്നു. ഈ കവർച്ചയിലാണ് ഇപ്പോൾ 6 ദിവസം കൊണ്ട് തന്നെ പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. വലിയ പരാതി ഉയർന്നിരുന്നു. ഈ പ്രദേശങ്ങളിൽ നിരവധി കവർച്ച ഉണ്ടായിട്ടും പ്രതികളെ പിടികൂടുന്നില്ല എന്നതിൽ വലിയ പരാതി ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ഇബ്രാഹിം എന്ന കലന്തർ ഇബ്രാഹിമിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പോലീസ് പറയുന്നത് ഈ CCTV ദൃശ്യങ്ങൾ തന്നെയാണ് ഇതിൽ നിർണായകമായത്. രണ്ടാമത് വിരലടയാളമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്, നിർണായകമായ വിരലടയാളം ലഭിച്ചു എന്ന കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇത് രണ്ടും ഒരുമിച്ച് വന്നപ്പോഴാണ് പ്രതിയിലേക്ക് വളരെ പെട്ടെന്ന് പോലീസിലെത്താൻ സാധിച്ചത്. ഇയാൾ നിസാരക്കാരനല്ല. ഈ ഇബ്രാഹിം എന്ന് പറയുന്ന കലന്തർ ഇബ്രാഹിം നിസാരക്കാരനല്ല. വലിയ തോതിൽ കവർച്ച കേസുകളിലെ പ്രതിയാണ്. 25-ലധികം കേസുകളാണ് ഇയാളുടെ പേരിൽ കേരളത്തിലും അതുപോലെ തന്നെ കർണാടകയിലുമായത് ഉള്ളത്. ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിൽ നിന്നും ഈ സംശയം തോന്നിയ ഈ ഒരു കലന്തർ ഇബ്രാഹിമിന്റെ ദൃശ്യം കൃത്യമായി പരിശോധിക്കും. അതോടൊപ്പം ഈ വീട്ടിൽ നിന്നും നിരവധി വിരലടയാളങ്ങൾ ലഭിച്ചിരുന്നു. അങ്ങനെ ആ വിരലടയാളം കൂടി പരിശോധിച്ചപ്പോഴാണ് ഇയാളിലേക്ക് എത്തിയത്. അങ്ങനെ ഇയാൾ മംഗളൂരുവിലുണ്ടെന്ന് മനസ്സിലാക്കി കുമ്പള പോലീസ് അവിടെ എത്തുകയും സാഹസികമായാണ് ഇയാളെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്താൽ വലിയ കവർച്ചകളെ കുറിച്ചുള്ള നേരത്തെ ഉണ്ടായ പല കവർച്ചകളുടെയും ചുരുളഴിയാൻ പറ്റുമെന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. ഈ അടിയനെടുക്ക ബാങ്ക്, അതായത് കർണാടക ശാഖയാണ്, അടിയനെടുക്ക ബാങ്കിൽ നിന്നും 2 കിലോ സ്വർണമാണ് ഇയാൾ കവർ ചെയ്തത്. 2 കിലോ സ്വർണവും 7 ലക്ഷം രൂപയും കവർ ചെയ്ത കേസിലെ പ്രതിയാണ് ഇയാൾ. ആ കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ ആ കേസിൽ ഇയാൾ ഈ പുറകുവശത്തെ ചുവര് തുറന്ന് അതിന്റെ സ്ട്രോങ് റൂം ഒക്കെ തകർത്താണ് ഈ 2 കിലോ സ്വർണം അവിടെ നിന്നും കവർ ചെയ്തത്. അങ്ങനെ വലിയ വലിയ കവർച്ച കേസുകളിലെ പ്രതിയാണ് ഈ ഇബ്രാഹിം എന്ന് പറയുന്നത്. അയാൾ ഈ സമീപകാലത്ത് മറ്റേതെങ്കിലും കവർച്ച നടത്തിയതിനെ കുറിച്ചുള്ള പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട്. പോലീസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ഈ ചൈത്ര സമീപത്തായുള്ള ഒരു ക്ഷേത്രത്തിൽ, അതായത് 6 മണിക്കും 8 മണിക്കും ഇടയിൽ വൈകിട്ട് ഉത്സവത്തിന് പോയതായിരുന്നു. ആ സമയത്തായിരുന്നു കവർച്ച നടന്നത്. പുറകുവശത്തെ വാതിൽ തകർത്തതിന് ശേഷം അലമാരയിൽ ഉണ്ടായിരുന്ന ഈ സ്വർണവും പണവും വെള്ളി ആഭരണങ്ങളുമാണ് കവർച്ച ചെയ്തത്. അതിൽ മോതിരമുണ്ട്, വളയുണ്ട്, അത്തരത്തിൽ നിരവധി വസ്തുക്കളുണ്ട്. അങ്ങനെ ആ കവർച്ച ചെയ്ത സാഹചര്യമാണുണ്ടായത്. ഇതിൽ CCTV ദൃശ്യങ്ങൾ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായത്. ആ പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് ശേഖരിച്ചിരുന്നു. അങ്ങനെ വ്യാപകമായ പരിശോധന നടത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു ദൃശ്യം ശ്രദ്ധയിൽപ്പെടുന്നതും അതിനുശേഷം വിരലടയാളം, ഈ പ്രതിയുടെ വിരലടയാളം നേരത്തെ തന്നെ നിരവധി കേസുകളിലുള്ളതുകൊണ്ട് തന്നെ പോലീസിന് അത് എളുപ്പമായി. അങ്ങനെ ആ വിരലടയാളം ഒത്തുവന്നപ്പോഴാണ് പ്രതിയിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ സാധിച്ചത്. ഇയാൾക്കൊപ്പം കൂടുതൽ പേർ ഈ കവർച്ചയിൽ പ്രതിയാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. നമുക്കറിയാം, കാസർഗോഡ് ജില്ലയുടെ പല പ്രദേശങ്ങളിലും ഈ സമീപകാലത്തായി കവർച്ചാ കേസുകൾ വർദ്ധിക്കുന്നു. അതിൽ പല കേസുകളിലും കർണാടക സ്വദേശികൾക്ക് പങ്കുണ്ട്. അതല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കർണാടക സ്വദേശികളാണ്. ഈയൊരു മറ്റ് മോഷണ കേസുകൾ, ഈ സമീപകാലത്തുണ്ടായ മറ്റ് മോഷണ കേസുകളിലും ഈ കലന്തർ ഇബ്രാഹിമിന് പങ്കുണ്ടാകുമോ? ഈ പലയിടത്തും വിരലടയാളങ്ങൾ പോലീസ് ശേഖരിച്ചു വെച്ചിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നിർണായകമായത്, ഈ കേസിലേറെ നിർണായകമായതും ഇതിലെ തെളിവുകളാണ്.
വിരലടയാളങ്ങളാണ്. അങ്ങനെയെങ്കിൽ മറ്റ് കേസുകളിലേക്കും അന്വേഷണം നീങ്ങുന്നുണ്ടോ? തീർച്ചയായിട്ടും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് നിരവധി കവർച്ചാ കേസുകൾ ഈ സമീപകാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ കലന്തർ ഷാഫിയുടെ ഈ കലന്തർ ഇബ്രാഹിമിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇയാളുടെ രീതി എങ്ങനെ, ഇയാൾ കർണാടക സ്വദേശിയാണ്. കർണാടകത്തിലാണ് ഇയാൾ സ്വദേശമെങ്കിലും കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് അതുപോലെ തന്നെ കുമ്പള ഈ 2 പോലീസ് സ്റ്റേഷൻ പരിധികളിലെ വിവിധ സ്ഥലങ്ങളിലെ ക്വാർട്ടേഴ്സുകളിൽ ഇയാൾ മാറി മാറി താമസിക്കുകയായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തും താമസിച്ച് അവിടെയുള്ള സമീപ പ്രദേശങ്ങളിലുള്ള വീടുകൾ നോക്കിവെച്ച് അങ്ങനെ കവർ ചെയ്യുന്നതാണ് ഇയാളുടെ രീതി. ഒരുപക്ഷെ ഈ അഭിഭാഷക ചൈത്രയുടെ വീടിന് സമീപത്ത് ഇയാൾ ക്വാർട്ടേഴ്സിൽ നിന്നിട്ടുണ്ടാവാം, ആ വീട് നിരീക്ഷിച്ചിട്ടുണ്ടാവാം, അവരവിടെ ഇല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ഈ കവർച്ച നടത്തിയത്. അങ്ങനെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ശാസ്ത്രീയ തെളിവ് ഇതിൽ വളരെ പ്രധാനമാണ്. വിരലടയാളം ഇതിൽ നിർണായകമായി എന്ന് തന്നെ പറയേണ്ടി വരും. അത് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം ഇതിൽ ഒരുപാട് ഒന്നിലധികം വിരലടയാളം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആ വിരലടയാളത്തിൽ കേന്ദ്രീകരിച്ച് നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ നടത്തിയ ഇതിലാണ് കൃത്യമായി ഈ ഇബ്രാഹിം കലന്തറിലേക്ക് എത്താൻ സാധിച്ചത്. ഇയാളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കവർച്ച കേസുകളിൽ ഇനി ഇയാൾ പ്രതിയായിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. 25 കേസ് നിലവിലുണ്ട്. അത് കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല കർണാടകയിലുമുണ്ട്. അത് വൻ കവർച്ചകളാണ്, വലിയ കവർച്ചയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 കിലോ സ്വർണമാണ് ഈ ബാങ്കിൽ നിന്ന് ഇയാൾ കവർ ചെയ്തത്. അങ്ങനെ വലിയ തോതിലുള്ള കവർച്ച കേസുകളിൽ പ്രതിയാണ് ഇയാൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സമീപകാലത്തായി കാസർഗോഡ് ജില്ലയുടെ പ്രത്യേകിച്ച് മഞ്ചേശ്വരം, കുമ്പള ഈ 2 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരവധി കവർച്ചകളാണ് നടന്നത്, നിരവധി കവർച്ചാ ശ്രമങ്ങളാണ് നടന്നത്. അതിലൊന്നും പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. വലിയ വിമർശനം ഉയർന്നിരുന്നു. അതായത് 31 പവൻ ഉൾപ്പെടെ വലിയ കവർച്ച നടന്നിരുന്നു. പലതും ഇത് ആളില്ലാതെ വീടുകൾ കേന്ദ്രീകരിച്ച് ഈ ഒരു കവർ ചെയ്ത് ഇയാളുടെ ഈ രീതി തന്നെയായിരുന്നു അതിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പോലീസ് ഇയാളെ കൃത്യമായി ചോദ്യം ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇയാൾക്കൊപ്പം ഒരു സംഘം, ഒരു കൂട്ടാളികൾ തന്നെ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അവരെ കണ്ടുപിടിക്കാനും അവർ കൂടുതൽ ആരൊക്കെയാണ് എന്നുള്ളത് പോലീസിനെ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ അവരെ കേന്ദ്രീകരിച്ചും ഈ ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട്. ഈ ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് അത്തരം പ്രതികളിലേക്ക് പോലീസ് കടക്കും. അതേതായാലും ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് കാസർഗോഡ് എത്തിച്ചത്. ഇപ്പോൾ എയർ ക്യാമ്പിലാണ് ഇയാളെ ചോദ്യം ചെയ്യുന്നുള്ളത്. കൂടുതൽ ചോദ്യം ചെയ്യലിൽ ഇത്തരത്തിൽ നിർണായകമായ വിവരങ്ങൾ ലഭിക്കും. പല കവർച്ചകളുടെ തുമ്മുണ്ടാക്കാൻ സാധിക്കും എന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ആളുകൾ വലിയ ആശങ്കയിലായിരുന്നു. കാരണം ഒരു വീട്ടിൽ നിന്നും, ഒരു അഭിഭാഷകരുടെ വീട്ടിൽ നിന്നും വലിയൊരു കവർച്ച നടക്കുന്നു. മാത്രമല്ല മറ്റു പല കേസുകളിലും പോലീസിനെതിരെ വലിയ ആക്ഷേപം ഉയർന്നതാണ്. ഈ കാസർഗോഡ് ജില്ലയിൽ കവർച്ചാ പരമ്പര തന്നെ നടന്നിട്ടും മോഷണം തുടർക്കഥയായിട്ടും പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു, ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നൊരു ആക്ഷേപം ഉയർന്നിരുന്നു. പക്ഷെ എന്തായാലും ആശ്വാസകരമായിട്ടുള്ള കാര്യം, കുമ്പള കവർച്ചാ കേസിൽ പ്രതിയിലേക്ക് പോലീസ് എത്താൻ കഴിഞ്ഞു, പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നതാണ്. മറ്റ് കേസുകളിലേക്കും അങ്ങനെയെങ്കിൽ ഇതിൻ്റെ പിന്നാലെ പോയ മറ്റ് കേസുകൾക്കും തുമ്പുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ടോ? തീർച്ചയായും ടോമെ, ഏറ്റവും പ്രധാനം കാസർഗോഡ് ജില്ലയുടെ മഞ്ചേശ്വരം, കുമ്പള ഈ 2 പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് ഡസൻ കണക്കിന് കവർച്ചകൾ നടന്നിട്ടുള്ളത്. അത് ഏറ്റവും കൂടുതൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതേ പാറ്റേൺ ആണ്. അതായത് അടച്ചിട്ട വീട് കൃത്യമായി നിരീക്ഷിച്ച് കവർച്ച നടത്തുന്ന ഒരു രീതി, അവിടെ സ്വർണം അല്ലെങ്കിൽ പണം ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിലാണ്. അതും അലുമാരകളിൽ സൂക്ഷിച്ച മറ്റോ ഇതേ രീതിയാണ് എല്ലാ കവർച്ചകളും നടന്നിട്ടുള്ളത്. അതിൽ 30 പവൻ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 30 പവൻ കവർച്ച ചെയ്ത കേസുണ്ട്. അങ്ങനെ നിരവധി കേസുകളുണ്ട്. ഇതിലൊന്നും പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ കലന്തർ ഇബ്രാഹിമിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇത്തരം കേസുകൾ ഇയാളുടെ കൂട്ടാളികളാണോ എന്ന സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നത്. ഈ കേസുകളിൽ കൂടുതൽ കേസുകളിൽ തുമ്മുണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ചൈത്രയുടെ കേസിലേക്ക് വന്നാൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് ഒരു 6 മണിക്കും 8 മണിക്കും ഇടയിൽ, അതായത് വലിയ രാത്രിയൊന്നുമല്ല ഈ കവർച്ച നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു സമയത്ത് നടന്ന കവർച്ചയാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയ ഒരു കേസാണിത്. കാരണം ഇതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തുന്ന സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായ കവർച്ചകളെല്ലാം രാത്രിയാണെങ്കിലും ഇത് ഒരു 6 മണി 8 മണിക്കും ഇടയിൽ നടന്നൊരു കവർച്ചയായതുകൊണ്ട് തന്നെ അവിടെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് കൃത്യമായി മനസ്സിലാക്കി ഇയാൾ അവിടെ കവർച്ച നടത്തിയതാണ്. ഈ സമീപ പ്രദേശങ്ങൾ, അതായത് ഇത്തരം വീടുകളുടെ സമീപ പ്രദേശങ്ങളിൽ വാടക ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുക, അവിടെ നിരീക്ഷിക്കുക, പിന്നീട് അവിടെ കവർച്ച നടത്തുക, അവിടെ നിന്നും ക്വാർട്ടേഴ്സ് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക, ഇങ്ങനെ ഒരു രീതിയാണ് ഇയാളുടേത്. ഏതായാലും 25 കേസുകൾ നിലവിൽ ഇയാൾക്കെതിരെ ഉണ്ട്. അതെല്ലാം
വലിയ കവർച്ചകൾ തന്നെയാണ്. അത് കർണാടകത്തിലും കേരളത്തിലുമായി ഉണ്ട്. ഇയാൾ കർണാടക സ്വദേശിയാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കർണാടക സ്വദേശിയാണ്. മാത്രമല്ല ഇയാൾ ഒറ്റയ്ക്കല്ല ഈ കവർച്ച നടത്തിയെന്ന് പോലീസ് പറയുന്നുണ്ട്. കാരണം ഒന്നിലധികം വിരലടയാളം ഇവിടുന്ന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അത് ആരാണ്, ഇയാളുടെ കൂട്ടാളികൾ ആരാണ്, അവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഏതായാലും സമീപ കാലത്തായി 12-ലധികം കവർച്ചകൾ നടന്നു. അതിൽ പലതിലും പ്രതികളെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം സ്വർണം, പണം ഇങ്ങനെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മറ്റ് ആണ് കവർച്ച ചെയ്തിരുന്നത്. വീട് കുത്തിത്തുറന്ന് തന്നെയായിരുന്നു. അത് ഇരുചക്ര വാഹനത്തിൽ വന്ന് തന്നെയായിരുന്നു കവർച്ച നടന്നത്. ഈ കേസിലേക്ക് വന്നാലും ഇതും ഒരു ഇരുചക്ര വാഹനത്തിൽ വന്നാണ് ഇയാൾ കവർച്ച നടത്തിയത്. അതിൽ ആ ദൃശ്യം നിർണായകമായി. അതോടൊപ്പം ടോം പറഞ്ഞതുപോലെ തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ, വിരലടയാളം അതിൽ ഏറ്റവും പ്രധാനമാണ്. അതിൽ ഇനി ഏറ്റവും പ്രധാനം, ഇതിൽ ഒന്നിലധികം വിരലടയാളം ലഭിച്ചിട്ടുണ്ട്. അത് ആരുടെയൊക്കെയാണ്, ഇനി എത്ര സംഘമാണ് ഇവർ ഈ കവർച്ച നടത്താൻ എത്തിയത്. കൂടുതൽ കേസുകൾ കാസർഗോഡ് ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്, അതോടൊപ്പം മറ്റ് ജില്ലകളിലും കർണാടകത്തിലുമുള്ള കേസുകൾ അതിന് തുമുണ്ടാക്കാൻ കഴിയുമോ, അതാണ് ഏറ്റവും പോലീസ് നോക്കുന്നത്. ഇയാളെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇയാളെ ഇനി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഇനി തെളിവെടുപ്പ് ഉൾപ്പെടെ നടപടിക്രമങ്ങൾ നടത്താനുണ്ട്. ഈ കവർച്ച ചെയ്ത സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഏതായാലും വ്യക്തമായിട്ടില്ല. അത് പോലീസിന്റെ ഭാഗത്ത് ഇനി അറിയാനുണ്ട്. ഈ വീട്ടിൽ നിന്ന് കവർച്ച ചെയ്ത സ്വർണം കൂടുതൽ കൂട്ടാളികളുണ്ടോ, കൂടുതൽ പേർക്ക് ഈ കേസിൽ പങ്കുണ്ടോ? തീർച്ചയായും ടോമെ, ഒന്നിലധികം ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിരലടയാളം, അത് കൂടുതൽ വിരലടയാളം ഇവിടുന്ന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നിലധികം ആളുകൾ ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല ഈ വിരലടയാളമൊക്കെ ഇപ്പോൾ ഈ കവർച്ചക്കാരുടെ ഇങ്ങനെയുള്ള രീതിയിലുള്ള ആളുകളുടെയൊക്കെ പോലീസിന്റെ ശേഖരത്തിലുണ്ട്. പക്ഷേ ഇതിൽ നിന്നും കൂടുതലായി ലഭിച്ച വിരലടയാളം തമ്മിൽ അങ്ങനെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇതാരാണ് ഇയാളുടെ കൂട്ടാളികൾ? കർണാടകയിലുള്ള ആളുകളാണോ, അതല്ല ഈ കേരളത്തിൽ നിന്ന് തന്നെ ഈ സമീപ പ്രദേശത്തുള്ള ഏതെങ്കിലും ആളുകളാണോ? അത് കണ്ടെത്തേണ്ടത് ഏറ്റവും പ്രധാനമാണ്. നമ്മൾ കണ്ണൂർ വളപട്ടണത്തുണ്ടായ വലിയ കവർച്ചയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ തന്നെ ഉള്ള ആളുകൾ, ഒരിക്കലും സംശയിക്കാത്ത രീതിയിലുള്ള ആളുകളൊക്കെ പ്രതികളാവുന്ന സാഹചര്യം. അങ്ങനെ ഈ ചെറിയ ചെറിയ കവർച്ചകളും വലിയ കവർച്ചകളും നടത്തുന്ന വലിയ സംഘം തന്നെ ഈ ഒരു മേഖലകളിൽ അതിർത്തി കേന്ദ്രീകരിച്ച് ഉണ്ടെന്ന് പറയേണ്ടി വരും. ഈ ടോമ, ഈ കഴിഞ്ഞ ദിവസമാണ് ഇതിന് തൊട്ട് അടുത്ത ദിവസം മടിയൻകൂലം ക്ഷേത്രത്തിൽ ഒരു കവർച്ച നടന്നത്. അങ്ങനെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും ഭണ്ഡാരങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ കവർച്ച നടത്തുന്ന സംഘങ്ങൾ തന്നെയുണ്ട്. അതൊരു പക്ഷേ ഒരു കൂട്ടാളികൾ, ഒരു വലിയ സംഘം തന്നെ ഇവർ പ്രവർത്തിക്കുന്നുണ്ടാവാം. ഒരുമിച്ചും ഒറ്റയ്ക്കും ഇത്തരത്തിൽ കവർച്ച നടത്തുണ്ടാകാം. അതെല്ലാം ഈ ഇബ്രാഹിം കലന്തർ എന്ന് പറയുന്ന ഇതിലെ മുഖ്യ സൂത്രധാരനെ പിടികൂടോടുകൂടി പോലീസിന് കണ്ടെത്താൻ എളുപ്പമാണ്. അത്തരം ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇയാളെ കോടതിയിൽ ഹാജരാക്കുക. കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ അതിനുശേഷമായിരിക്കും നടക്കുക. ഇനി ഈ ചൈത്രയുടെ വീട്ടിലേക്ക് ഇയാളെ എത്തിക്കേണ്ടതുണ്ട്. ഏത് രീതിയിലൊക്കെയാണ് ഇയാൾ കവർച്ച നടത്തിയതെന്ന കാര്യങ്ങൾ പരിശോധന നടത്തേണ്ടതുണ്ട്. അത്തരം തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്ക് പോലീസിന് കടക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഏറ്റവും പ്രധാനം, ഇതിൽ എത്ര ആളുകൾ ഈ കവർച്ചാ സംഘത്തിലുണ്ടായിരുന്നു, ഇവർ ഏതൊക്കെ നേരത്തെ കേസുകളിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടോ, മറ്റേതെങ്കിലും കവർച്ചകളിൽ ഇതുവരെ തെളിയിക്കപ്പെടാൻ കഴിയാത്ത പല കവർച്ചകളുമുണ്ട്, അതിൽ ഏതെങ്കിലും ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് ചോദിച്ചറിയുന്നത്. വ്യക്തമാണ്. കാസർഗോഡ് നിന്ന് KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്തതിൽ പ്രതി ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. വാർത്ത പരിശോധിച്ചു. സ്പോട്ട് ലൈവ് തുടരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്തതിൽ പ്രതി ഷിംജിത മുസ്തഫയെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ഷിംജിതയുടെ ഫോണിൽ നിന്നും 7 വീഡിയോകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഇവരെ എഡിറ്റ് ചെയ്തിരുന്നോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ബസ്സിൽ ലൈംഗിക അതിക്രമം നടന്നുവെന്ന് കാട്ടി ഷിംജിത പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ബസ് യാത്രക്കാരുടെ അടക്കം മൊഴി പോലീസ് രേഖപ്പെടുത്തും. ഷിംജിതയുടെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇവിടെ ഏറ്റവും വലിയ ആക്ഷേപം ഈ യുവതിക്കെതിരെ ഉയർന്നത്, ഇതുപോലൊരു ലൈംഗിക അതിക്രമം ബസ്സിൽ വെച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പോലീസിൽ പരാതി നൽകിയില്ല? എന്തുകൊണ്ട് ഈ രീതിയിൽ ഒരു യുവാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അയാളെ സമൂഹ മാധ്യമങ്ങളോട് അധിക്ഷേപിച്ചു എന്നതാണ് ഷിംജിതയ്ക്കെതിരായ ഏറ്റവും വലിയ ആക്ഷേപം, ആരോപണം. ഇവിടെ ഇപ്പോൾ പോലീസ് ഷിംജിതയെ അറസ്റ്റ് ചെയ്തിട്ട് 2 ദിവസം പിന്നിടുന്നു. പക്ഷെ ഇതുവരെയും കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഒളിച്ചു കളിക്കുന്നുണ്ടോ? കാരണം തുടക്കം മുതൽ തന്നെ ഈ പ്രതിയെ രക്ഷിക്കാൻ, പ്രതിയെ പൊതുസമൂഹത്തിന് മുന്നിൽ കാണിക്കാൻ പോലും പോലീസ് തയ്യാറായിരുന്നില്ല.
എന്തുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്ത് അത്തരമൊരു സമീപനം ഉണ്ടാകുന്നത്? ഇനി എന്തായിരിക്കും അന്വേഷണ സംഘത്തിന്റെ നീക്കം? ടോം, നമ്മൾ ഈ വാർത്ത കൊടുക്കുന്ന നിമിഷം വരെ പോലും കസ്റ്റഡി അപേക്ഷ പോലീസ് കോടതിയിൽ നൽകിയിട്ടില്ല. ഒരു പക്ഷേ നാളെ ഈ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യതയാണ്. പക്ഷേ കസ്റ്റഡി അപേക്ഷ നൽകേണ്ടതില്ല, അല്ലെങ്കിൽ നൽകില്ല എന്ന നിലപാട് തന്നെയാണ് പോലീസ് ഉള്ളതെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നതിന് മുമ്പ് തന്നെ ദീപക് മരിച്ചതിന് തൊട്ടു പിന്നാലെ അടുത്ത ദിവസം തിങ്കളാഴ്ച തന്നെ ഈ പ്രതിയിൽ നിന്നും വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അവരുടെ മൊബൈൽ ഫോൺ അടക്കം പിടിച്ചെടുക്കുകയും ബന്ധു വീട്ടിലും മറ്റും വീട്ടിൽ നിന്നും മാറി നിന്നോളൂ, പോലീസ് ആവശ്യപ്പെടുമ്പോൾ എത്തിയാൽ മതി എന്ന നിർദ്ദേശം നൽകുകയായിരുന്നു. പിന്നീട് ആ ഒരു തിരക്കഥ പ്രകാരമാണ് കാര്യങ്ങൾ നടക്കുകയും ചെയ്തത്. ഒളിവിലാണ് അല്ലെങ്കിൽ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയതടക്കമുള്ള പലവിധ വാദമുഖങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും അവർ വടകരയിലെ ബന്ധുവീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെയാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. അതിനുശേഷം വളരെ പെട്ടെന്നായിരുന്നു നടപടിക്രമങ്ങൾ. ഏതാണ്ട് 1:30-2 മണിയോടുകൂടിയാണ് വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നത്. തുടർന്ന് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. അവിടെ നിന്നും ശരവേഗത്തിൽ കുന്നമംഗലം കോടതിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്നും പെട്ടെന്ന് തന്നെ റിമാൻഡ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. റിമാൻഡ് റിപ്പോർട്ട് പോലും പുറത്തു വന്നത് ഇന്നലെയാണ്. അതായത് ഈ ഷിംജിതയുടെ അഭിഭാഷകനോടുള്ള ഒരു ആശയവിനിമയം പോലും നടത്തിയിരുന്നില്ല. താൽക്കാലികമായി ഒരു അഭിഭാഷകനെ കുന്നമംഗലം കോടതിയിൽ തരപ്പെടുത്തി നൽകുകയായിരുന്നു കോഴിക്കോടുള്ള അഭിഭാഷകൻ ചെയ്തത്. അദ്ദേഹത്തിനാവട്ടെ കേസിനെക്കുറിച്ച് കാര്യമായി അറിവില്ലായിരുന്നു. ഒപ്പം ഈ റിമാൻഡ് റിപ്പോർട്ട് അടക്കമുള്ള കേസിൻ്റെ രേഖകൾ ലഭിച്ചിരുന്നുമില്ല. ഇന്നലെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും വളരെ വിചിത്രമായ വാദങ്ങളൊക്കെ ഈ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. പ്രത്യേകിച്ചും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഏത് സമയത്താണെന്ന് പറഞ്ഞിട്ടില്ല. ഒപ്പം ഈ പ്രതിയുടെ ഒരു പ്രേരണ, എന്ത് കാര്യത്തിനാണ് ഇങ്ങനൊരു കുറ്റകൃത്യം ചെയ്തത് എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ വിവരമില്ല. മറിച്ച് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണ് പ്രതി, അതായത് അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി നോക്കിയിട്ടുള്ള ആളാണ്, പിന്നീട് പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്. അതുകൊണ്ട് നിയമത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വ്യക്തമായ ബോധ്യമുണ്ട്. പക്ഷേ ഈ വാഹനത്തിൽ വെച്ച് ഇങ്ങനൊരു വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചാൽ അത് ഈ ആരോപണ വിധേയനായ ആൾക്ക് വലിയ മാനഹാനി ഉണ്ടാകുമെന്നും അത് ജീവൻ ഹാനിയിലേക്ക് വരെ പോകാൻ കാരണമുണ്ടെന്ന് അറിയാമായിരുന്നിട്ടും ആ കൃത്യം ചെയ്തു എന്നാണ് പറയുന്നത്. അതേസമയം പോലീസ് പറയേണ്ടിയിരുന്നത് ഒരുപക്ഷെ ഈ സമൂഹ മാധ്യമത്തിലൂടെ ഈ വീഡിയോ പങ്കുവെക്കുമ്പോൾ ഉണ്ടാകുന്ന റീച്ച്, അതുവഴി ഉണ്ടാകുന്ന വരുമാനം, ഇവയൊക്കെ പ്രതീക്ഷിച്ചാണ് പ്രതി ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്യുകയും ആ കുറ്റകൃത്യം ആത്യന്തികമായി ഒരാളുടെ മരണത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു എന്നതിൽ വലിയ വീഴ്ച ഈ പ്രതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നതാണ് പറയേണ്ടത്. മറുവശത്ത് ഈ ഒരു പൊതു രീതിയിൽ കാര്യങ്ങൾ പറയുമ്പോൾ ഈ പ്രതിക്ക് ഈ മരിച്ച ആളുമായി നേരത്തെ പരിചയമില്ല, മുൻവൈരാഗ്യമില്ല, മറ്റെങ്കിലും പക തീർക്കാനില്ല. അങ്ങനെയൊക്കെ എത്തുമ്പോൾ ഒരു മോട്ടീവ് ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാതെ വരും. അങ്ങനെ ഒരു കൃത്യമായ പഴുത് പോലീസ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഒപ്പം ഈ പ്രതിക്ക് ജാമ്യം നൽകിയാൽ മൊബൈൽ ഫോൺ പരിശോധനയുടെ ഫലം ലഭിക്കാനുണ്ട്, മറ്റ് തെളിവുകൾ ചിലതൊക്കെ ലഭിക്കാനുണ്ട്. ഒപ്പം ഈ പ്രതിക്ക് ജാമ്യം നൽകുന്നവരുടെ സമാന മനസ്കരായ മറ്റ് സ്ത്രീകൾക്കും ഇത്തരം വീഡിയോകൾ ചിത്രീകരിച്ച് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുകയും അത് നിരവധി പേരുടെ ആത്മഹത്യക്ക് കാരണമാവും എന്നൊക്കെയുള്ള ചില വിചിത്രമായ വാദങ്ങൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലൊക്കെ നോക്കുമ്പോൾ അങ്ങേയറ്റം ദുർബലമായ രീതിയിൽ തന്നെയാണ് പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത്. ഇനി തൽക്കാലം അവരെ കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്ന നിലപാടിലാണ് നിലവിലുള്ളത്. അതായത് 2 തവണ അവരെ ചോദ്യം ചെയ്തു. ആദ്യം ഈ കുറ്റകൃത്യം നടന്നതിന് തൊട്ടു പിന്നാലെ, അല്ലെങ്കിൽ ദീപകിൻ്റെ ആത്മഹത്യയുടെ തൊട്ടു പിന്നാലെ അവരെ ചോദ്യം ചെയ്തു, വളരെ വിശദമായി മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത ശേഷം വീണ്ടും അവരെ ചോദ്യം ചെയ്തു. അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. അവരുടെ മൊബൈൽ ഫോൺ ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. ആ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 7ഓളം വീഡിയോകൾ അവർ എടുത്തിട്ടുണ്ടെന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ ഒരു വീഡിയോ മാത്രമാണ് അത് ഷെയർ ചെയ്തിരിക്കുന്നത്. ആ വീഡിയോയിൽ പോലും ഈ കൂട്ടിച്ചേർക്കലുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയുന്നതിനായി ഫോറൻസിക് പരിശോധനയ്ക്കായി ഫോൺ കൈമാറുന്നുണ്ട്. ഒപ്പം ഈ വാഹനത്തിലുണ്ടായിരുന്ന ജീവനക്കാർ, മറ്റ് യാത്രക്കാർ, തിരിച്ചറിഞ്ഞ യാത്രക്കാർ എന്നിവരിൽ നിന്നൊക്കെ പോലീസ് ഇതിനകം തന്നെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് 3 കാര്യങ്ങൾ പൂർത്തിയായിരിക്കുന്നു. 1, ഈ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. 2, പ്രതിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. പ്രതിയോടൊപ്പം വാഹനത്തിൽ യാത്ര ചെയ്തവരുടെ മൊഴി, ജീവനക്കാരുടെ മൊഴി, ഇത്രയും കാര്യങ്ങൾ രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇനി കാര്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ കസ്റ്റഡി കാലാവധി അല്ലെങ്കിൽ ഇനി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ എന്ന കാര്യമൊക്കെ പ്രസക്തമാണ്. പക്ഷേ അക്കാര്യത്തിൽ ഒരു പിടിവാശി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. പക്ഷേ ജാമ്യ ഹർജിയെ എതിർക്കാൻ തന്നെയാണ് ഇപ്പോഴും സാധ്യത. കാരണം പുറത്തേക്ക് വന്നാൽ ഈ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം സുരക്ഷ വലിയ പ്രശ്നമാണ്. കാരണം സമൂഹത്തിൻ്റെ ഒരു വലിയ പരിച്ഛേദത്തിലുള്ള ആളുകൾ ഈ യുവതിക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ആക്രമണം നേരിടുന്ന
വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ദീപകിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അലുവലുകൾ തീരുന്നതിന് മുമ്പ് അവർ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ അവരുടെ ജീവനും സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ട് എന്ന് പോലീസ് പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ റിമാൻഡിൽ തന്നെ തുടരാൻ അനുവദിക്കണമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. പക്ഷേ പ്രതിഭാഗം പറയുന്നത് ഇന്നലെ തന്നെ നമുക്കറിയാം അവർ മൊഴി നൽകിയത് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് ഈ ദീപകിൻ്റെ ഭാഗത്തു നിന്നും ഒരു അപമര്യാദയുള്ള പെരുമാറ്റം തനിക്ക് നേരെ ഉണ്ടായി. അത് ഈ സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെയും അവർ അത്തരത്തിലാണ് പറഞ്ഞത്. അതിനുശേഷം ആദ്യം മൊഴി നൽകിയപ്പോഴും ഒരു മോശം സ്പർശമാണ് അവിടെ നിന്നും ഉണ്ടായതെന്നാണ് അവർ പറഞ്ഞത്. പിന്നീട് ഈ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തപ്പോഴും ആ വാദമുഖത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ജാമ്യ ഹർജിയിലും ഇക്കാര്യങ്ങളൊക്കെ തന്നെയാവും ചൂണ്ടിക്കാണിക്കുക. അതുകൊണ്ട് ജാമ്യത്തിനുള്ള ഒരു നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അന്വേഷണം പൂർത്തിയായി. അതുകൊണ്ട് ഇനി ജയിലിൽ കടക്കേണ്ടതില്ല എന്ന ഒരു ആവശ്യം. ഒപ്പം പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ തനിക്ക് ബസ്സിൽ വെച്ച ഒരാളിൽ നിന്നും മോശം പെരുമാറ്റം ഉണ്ടായതായി ഒരു പരാതിയും നൽകിയിട്ടുണ്ട്. അത്തരം പരാതികളൊക്കെ ചൂണ്ടിക്കാട്ടിയാവും ജാമ്യത്തിലിറങ്ങാനുള്ള നീക്കം. എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ ടോം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ കോഴിക്കോട് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർ പലരും മാധ്യമപ്രവർത്തകർ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഒരു തരത്തിലുള്ള വിശദാംശങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകുന്നില്ല. നമുക്കറിയാം ഒരുപാട് ക്രിമിനൽ കേസുകൾ ഈ അടുത്ത കാലത്തായി തെളിയിക്കപ്പെട്ട വളരെ സമർത്ഥരായ പോലീസുകാരാണ് കോഴിക്കോട്ടുള്ളത്. ഈ മാസങ്ങളുടെ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം സരോവരത്തെ ചതുപ്പിൽ കുടുങ്ങിപ്പോയ ഒരു യുവാവിൻ്റെ ശരീരഭാഗങ്ങൾ കണ്ടെടുക്കാൻ എത്ര സാഹസികമായ എത്ര ദിവസം നീണ്ട കൃത്യമാണ് അവർ ചെയ്തത്. ഒപ്പം നിരവധി സമാനമായ കേസുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ അക്കാലത്തൊന്നും ഇല്ലാത്ത വിധം ഒരു മാധ്യമ വിലക്കുണ്ട്. ഇന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും, സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന നാരായണൻ ഇവിടെ നിന്നും മറ്റൊരിടത്തേക്ക് സ്ഥലം മാറിപ്പോവുകയാണ്. ഒപ്പം നേരത്തെ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ജയദേവൻ, അദ്ദേഹം കോഴിക്കോട്ടേക്ക് സ്ഥലം മാറി വരുന്നുമുണ്ട്. ഇന്നായിരുന്നു ഈ അദ്ദേഹത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുന്ന ദിവസം. സാധാരണഗതിയിൽ നമുക്കറിയാം ഇത്തരം ഉദ്യോഗസ്ഥരൊക്കെ മാറിപ്പോകുമ്പോൾ മാധ്യമപ്രവർത്തകരെ വിളിക്കുകയും ഈ ചടങ്ങ് കൈകാര്യം ചെയ്യും. ഒപ്പം പുതിയ പോലീസ് മേധാവിയും പഴയ പോലീസ് മേധാവിയും ഒക്കെ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഇന്ന് ഒരു തരത്തിലുള്ള പ്രവേശനം കമ്മീഷൻ ഓഫീസിലേക്ക് മാധ്യമങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. നാരായണൻ സ്ഥലം മാറിപ്പോകുന്ന ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തന്നെ അതിലാണ് പല സംശയങ്ങളും വരുന്നത്. കാരണം പോലീസ് എന്തെങ്കിലും ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? സാധാരണഗതിയിൽ ഇതുപോലുള്ള കേസല്ല, ഒരു നിസ്സാര കേസുകളിൽ പോലും പ്രതിയെ പിടികൂടി കഴിഞ്ഞാൽ പോലീസ് നമ്മൾ മാധ്യമപ്രവർത്തകരെ വിളിച്ചറിയിക്കാറുണ്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങൾ പകർത്തി അത് മാധ്യമപ്രവർത്തകർക്ക് നൽകുന്ന പ്രവണത പോലുമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ സ്ത്രീകളുടെ സുരക്ഷ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ സ്ത്രീകൾ പ്രതികളായ കേസിൽ എന്തുകൊണ്ടാണ് അവരുടെ മുഖം മറയ്ക്കുന്നത്, അവരെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അവരുടെ ഐഡന്റിറ്റി പോലും പുറത്തു പറയാൻ പോലീസ് പലപ്പോഴും തയ്യാറാകാറില്ല. ഇവിടെ ഷിംജിതയുടെ കേസ് കാരണം ഇനി ഒരാൾക്കും ഇതുപോലുള്ള ഒരു ദുർഗതി ഉണ്ടാകരുത്. കാരണം നിയമത്തിൻ്റെ വഴിക്ക് പോകണം. ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം ഉണ്ടായെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കണം, അതിനെ നിയമപരമായി നേരിടണം. ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ ഒരുപക്ഷെ അവരുടെ കുടുംബാംഗങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, വേദന, ദീപക് അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിനുശേഷം ഇന്നലെ ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്, ബസ്സിൽ വെച്ച് ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ടെന്ന്. അതും പോലീസിന്റെ സഹായത്തോടെയുള്ളൊരു നാടകമായി തന്നെ കാണണോ അനീഷ്? ടോം, നമുക്ക് സമീപകാലത്ത് തന്നെ നടന്ന ഒരു സംഭവമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് നിന്നും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ആ രംഗങ്ങൾ. അതായത് പോലീസ് മുറിയിൽ മുന്നിൽ ചെല്ലുന്നു, കതകിൽ കൊട്ടുന്നു, അദ്ദേഹം പുറത്തേക്ക് വരുന്നു, അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുന്നു, കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നു. പിന്നീട് നടക്കുന്ന ഓരോ നടപടിക്രമങ്ങളും ഈ മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെയാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കൊരു കവറേജ് സാധ്യമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നേരത്തെ നമുക്കറിയാം വനിതകൾ ഉൾപ്പെട്ട കുറ്റവാളികൾ ഒരുപാടുണ്ട്. ഈ കാരണവർ വധക്കേസിലെ ഷെറിനായാലും സ്വപ്ന സുരേഷ് ആയാലും സരിത എസ് നായരായാലും അങ്ങനെ ഒരുപാട് കേസുകൾ, ഈ വനിതാ ഗുണ്ടകൾ തന്നെയൊക്കെ ഇടപെട്ട പല കേസുകളുണ്ട്. ഇത്തരം കേസുകളിലൊക്കെ നമുക്കറിയാം പലപ്പോഴും ഇവരെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഒരു കാലത്തുണ്ടായതാണ്. ഓരോ ദിവസവും സരിത എസ് നായരുമായി പോലീസ് ഓരോ സ്ഥലത്തേക്ക് ഇറങ്ങുന്നു, കൃത്യമായ സമയം ഇന്ന സ്റ്റേഷനിൽ പോകുന്നു, ഇന്ന കോടതിയിലേക്ക് പോകുന്നു എന്ന കൃത്യമായ വിവരങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് നൽകിയിരുന്ന ഒരു പോലീസ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രത്യേക കേസുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം നിഗൂഢമായ രീതിയിൽ, അതായത് ഒരു ജില്ലയിലെ പോലീസ് സംവിധാനങ്ങൾ ഒന്നടങ്കം അല്ലെങ്കിൽ ഒരു സബ് ഡിവിഷനിലെ പോലീസ് സംവിധാനങ്ങൾ
ഒന്നടങ്കം മാധ്യമപ്രവർത്തകർ വിളിച്ചാൽ, ഇനിയിപ്പോൾ മാധ്യമപ്രവർത്തകർ അല്ല വിളിക്കുന്നത്, പുറത്തുനിന്നുള്ള ആളുകളാണ് വിളിക്കുന്നതെങ്കിൽ പോലും സർക്കാർ നൽകിയിരിക്കുന്ന ഫോണുകളാണ്, ഔദ്യോഗിക ഫോണുകളാണ്. അവ കൃത്യമായി അറ്റൻഡ് ചെയ്യേണ്ട ഒരു അനിവാര്യതയുണ്ട്. കേവലം മാധ്യമങ്ങൾക്ക് വിവരം നൽകുമ്പോൾ മാധ്യമങ്ങൾക്ക് വിവരം നൽകുന്നു എന്നതിലല്ല, മറുവശത്ത് ജനങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുന്നു എന്നാണ്. ഈ കുറ്റവാസനയുള്ള ആളുകൾ, കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നവർ, പ്രതികൾ, ശിക്ഷിക്കപ്പെടുന്നവർ, ഇവരുടെയൊക്കെ വിവരങ്ങൾ സമൂഹത്തിലേക്ക് നൽകുമ്പോൾ അതൊരു കൃത്യമായ സന്ദേശം തന്നെയാണ് സമൂഹത്തിന് നൽകുന്നത്. കാരണം ഒരു കേസിൽ അകപ്പെട്ടാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഹീനമായ കുറ്റകൃത്യം ചെയ്താൽ കേവലം നിയമ നടപടികൾക്ക് വിധേയമാകുന്നു എന്നത് മാത്രമല്ല, മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് അറിയുന്നു എന്ന സന്ദേശം കൂടിയാണ്. കൈക്കൂലി കേസിൽ ഒരു ഉദ്യോഗസ്ഥനെ പിടിക്കുമ്പോൾ ആ പിടിച്ചെടുക്കുന്ന 200 രൂപയുടെയോ അല്ലെങ്കിൽ 2000 രൂപയുടെയോ 1000 രൂപയുടെ മൂല്യം മാത്രമല്ല, അയാൾ പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് മറ്റു കൈക്കൂലിക്കാർക്കും അഴിമതിക്കാർക്കും ഒരു താക്കീതായി മാറുകയാണ്. ഇത്തരത്തിൽ താൻ പണം വാങ്ങുമ്പോൾ 4 വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ പിടിച്ചാൽ, ഇതേപോലെ ഈ ദൃശ്യങ്ങൾ പുറം ലോകത്തേക്ക് കാണുമ്പോൾ തൻ്റെ കുടുംബത്തിനുണ്ടാവുന്ന മാനക്കേട്, കുട്ടികൾക്കുണ്ടാവുന്ന മാനക്കേട്, തൻ്റെ ബന്ധുക്കൾക്കുണ്ടാവുന്ന മാനക്കേട്, ഇതൊക്കെ ഓർത്താവണം ഒരു ഉദ്യോഗസ്ഥൻ നാളെ കൈക്കൂലി വാങ്ങാതിരിക്കേണ്ടത്. അല്ലെങ്കിൽ അഴിമതിക്കായി ഒരാളെ സമീപിക്കുമ്പോൾ ഇത്തരം പരിണിത ഫലങ്ങളുണ്ട് എന്ന് അവർക്ക് തോന്നണം. അതാണ് ശരിക്കും മാധ്യമങ്ങളിലൂടെ ഇത്തരം വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ, ക്രിമിനലുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാവുക. അത്തരത്തിലാണ് വ്യക്തമാണ്. കോഴിക്കോട് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അനീഷ് സൂചിപ്പിക്കുന്നത് പോലെ പോലീസ് എന്തോ മറയ്ക്കാൻ ശ്രമിക്കുകയാണോ, അതോ പ്രതിയെ സംരക്ഷിക്കാനുള്ള നീക്കമാണോ? എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പാലക്കാട് കല്ലേക്കാട് +1 വിദ്യാർത്ഥി റാഗിങ്ങിന് ഇരയായതിനെ തുടർന്ന് ആത്മഹത്യ സംഭവത്തിൽ പ്രതിഷേധം വ്യാപകം. +1 വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. കോൺഗ്രസ് പാലക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പാലക്കാട് വ്യാസവിദ്യാപീഠത്തിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. മരിച്ച രുദ്ര രാജേഷ് സ്കൂളിൽ റാഗിങ്ങിന് ഇരയായിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കാൻ ശ്രമിച്ചതാണ് രുദ്രയുടെ മരണത്തിന് കാരണമെന്നാരോപിച്ച് പിതാവ് രാജേഷ് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. പാലക്കാട് നിന്ന് M വിഷ്ണു ചേരുന്ന വിവരങ്ങളുമായി. വിഷ്ണു, കുറച്ച് നാളുകൾക്ക് ശേഷമാണ് സ്കൂളുകളിൽ നിന്നും ഒരു റാഗിങ്ങിനെ തുടർന്നുള്ള വാർത്ത കേൾക്കുന്നത്. അതും റാഗിങ്ങിന് ഇരയായതിനെ തുടർന്ന് ഒരു വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവം. ആരാണതിന് ഉത്തരവാദികൾ? ആർക്കെങ്കിലുമെതിരെ വ്യക്തമായ പരാതിയുണ്ടോ? പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? പ്രത്യേകിച്ച് ഈ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ രംഗത്തെത്തുന്ന സാഹചര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കടുത്ത നടപടി ഉണ്ടാകുമോ? എന്താണ് പോലീസ് നൽകുന്ന വിവരം? ടോം, തീർച്ചയായും കഴിഞ്ഞ ദിവസം രാത്രിയാണ് ദാരുണ സംഭവം ഉണ്ടായത്. പാലക്കാട് കല്ലേക്കാട് വ്യാസവിദ്യാപീഠം സ്കൂളില് +1 വിദ്യാർത്ഥിനി രുദ്ര, ഒറ്റപ്പാലം വരോട് സ്വദേശി രുദ്ര എന്ന 16-കാരി ആത്മഹത്യ ചെയ്തത്. തുടർന്നാണ് ആരോപണങ്ങൾ ഉയരുന്നത്. അതായത് സീനിയർ വിദ്യാർത്ഥികൾ തന്നെ റാഗിങ്ങിനെ ഇരയാക്കി, പീഡിപ്പിക്കാൻ ശ്രമിച്ചു, ഭീഷണിപ്പെടുത്തി തുടർന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇക്കാര്യം കുട്ടി അച്ഛനോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ ലൈവിൽ വരുന്നത്. ഈ കാര്യങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ സ്കൂളിലെ ഹോസ്റ്റൽ വാർഡിന് അറിയാമായിരുന്നിട്ടും നടപടിയെടുത്തില്ലെന്നും ആരോപണമുണ്ടായിരുന്നു. തുടർന്ന് ഈ സംഭവം പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് അന്വേഷിക്കുകയും കുട്ടികളുടെ അടക്കമുള്ള മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് കടക്കുകയും സാഹചര്യത്തിലാണ് രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇന്ന് രാവിലെ കോൺഗ്രസിന്റെയും SFIയുടെയും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. എന്നാൽ കോൺഗ്രസിന്റെ സമാധാനപരമായി പിടിയുകയും SFI മാർച്ചിൽ സംഘർഷം ഉണ്ടാവുകയുമായിരുന്നു. SFI പ്രവർത്തകർ സ്കൂളിലെത്തി ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിക്കുകയും സ്കൂളിനകത്തേക്ക് പ്രവേശിക്കാൻ നോക്കുകയും ചെയ്തു. പോലീസ് സമയം ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടാണ് പ്രതിഷേധത്തെ പ്രതിരോധിച്ചത്. എന്നാലും ചില വിദ്യാർത്ഥികൾ സ്കൂൾ മതിൽ ചാടിക്കറക്കാനും അപ്പുറത്തുള്ള ഗേറ്റ് ചാടിക്കറക്കാനൊക്കെ ശ്രമിച്ചത് അക്രമം ഇടയാക്കി. എന്തായാലും ഈ വിഷയം വലിയൊരു ചർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. സ്കൂൾ അധികൃതർ അറിഞ്ഞിട്ടും ഈ വിഷയം പോലീസിനെ അറിയിക്കുകയോ എന്നാൽ വേണ്ട നടപടി സ്വീകരിക്കുകയോ ചെയ്തില്ല എന്നുള്ള ആരോപണം ശക്തമായി തന്നെ ഉയരുകയാണ്. സംഭവത്തിൽ ഏറ്റവും പുതിയ വിവരമനുസരിച്ചിട്ട് ശിശുക്ഷേമ സമിതി
ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്കൂളിനോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയൊരു ചർച്ചകൾക്ക് തന്നെ ഈ വിഷയം വഴിവെക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ടോം, ഈ കുടുംബം മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ടല്ലോ വിഷ്ണു. എന്താണ് പരാതിയിൽ പറയുന്നത്? ഏതെങ്കിലും വിദ്യാർത്ഥികളുടെ പേര് പരാമർശിക്കുന്നുണ്ടോ? സ്കൂളിനെതിരെ പരാതിയുണ്ടോ? സ്കൂൾ ഈ സംഭവം മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ആക്ഷേപം കുടുംബം ഉന്നയിക്കുന്നുണ്ടോ? തീർച്ചയായും മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും അടക്കം രുദ്രയുടെ ഫാമിലി കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ഈ വിഷയത്തെ തുടർന്നിട്ട്. അതായത് ഈ റാഗിംഗ് നടത്തിയ കുട്ടിക്ക് നേരിട്ടുണ്ടായ റാഗിംഗ് സംഭവം സ്കൂളിന് അറിയാമായിരുന്നുവെന്നും കുട്ടി തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നും ഹോസ്റ്റൽ വാർഡനും ഈ സംഭവം അറിയാമെന്നും ഒക്കെയാണ് പിതാവ് പരാതിയിൽ സൂചിപ്പിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് തന്നെ ഇക്കാര്യം മറച്ചു വെക്കുകയും ചിലരെ സംരക്ഷിക്കാൻ സ്കൂൾ അധികൃതർ ചെയ്യുന്നുവെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത്. ആഴ്ചയിൽ 2 ദിവസമാണ് ഈ കുട്ടിക്ക് വീടുമായി ബന്ധപ്പെട്ടുള്ള അവസരം. അവിടുത്തെ പഠിക്കുന്ന കുട്ടികൾക്ക്, ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് വീട്ടുകാരെ സംസാരിക്കാൻ ഒരു സമയം കൊടുക്കുന്നത്. ഈ സമയത്ത് കഴിഞ്ഞ ദിവസം ഈ ആത്മഹത്യക്ക് തൊട്ട് മുമ്പ് ബന്ധപ്പെടാൻ കൊടുത്ത സമയത്ത് പിതാവിനോടാണ് കുട്ടി കാര്യം പറഞ്ഞത്. ഇങ്ങനെ സീനിയർ വിദ്യാർത്ഥികൾ റാഗിംഗ് നടത്തി ഒരിക്കൽ നടന്നു പോകുമ്പോൾ സീനിയർ വിദ്യാർത്ഥികളുടെ കാലിൽ തട്ടുകയും സോറി പറഞ്ഞില്ല, ക്ഷമ ചോദിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ട് കുട്ടിക്ക് നേരെ റാഗിംഗ് നടത്തുകയും കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നൊക്കെ രുദ്ര പിതാവിനോട് പറഞ്ഞിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ തന്നെ പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. രേഖാമൂലമല്ലെങ്കിലും ഈ വിവരങ്ങളൊക്കെ ഹോസ്റ്റൽ വാർഡിനെ സൂചിപ്പിച്ചിരുന്നു, സ്കൂൾ അധികൃതരേക്ക് അറിയിച്ചിരുന്നു. എന്നിട്ടും അവർ നടപടി എടുത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. യെസ്, വ്യക്തമാണ്. എം വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയതിന്. മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവ് പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. ദ്വാരപാലകപാളി, കട്ടളപ്പാളി കേസുകളിൽ മുരാരിക്ക് ജാമ്യം ലഭിച്ചു. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലാണ് ജാമ്യം അനുവദിച്ചത്. സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന ആദ്യ പ്രതിയാണ് മുരാരി ബാബു. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, കഴിഞ്ഞ ദിവസം ദ്വാരപാലകപാളി കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടിയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കട്ടിളപ്പാളി കേസിൽ മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ച ഒരു സാഹചര്യം ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടുള്ളതാണ്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കും. ഇന്നെന്താണ് കോടതിയിൽ സംഭവിച്ചത്? ടോം, തീർച്ചയായും കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിന് ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ജാമ്യ ഹർജിയിന്മേൽ വാദം പൂർത്തിയായിരുന്നു. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് വാദം പൂർത്തിയായത്. ഇന്ന് അതിന് വിധി വന്നു. മുരാരി ബാബുവിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധിയാണ്. ഇതിൽ ഉപാധികളോടെയുള്ള ജാമ്യമാണ് അനുവദിച്ചിരിക്കുന്നത്. റാന്നി കോടതി പരിസരത്ത് പ്രവേശിക്കരുത്, തെളിവ് നശിപ്പിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല എന്നടക്കം ഉള്ള ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 2 കേസാണ് നിലവിലുള്ളത്. നമുക്കറിയാം, ദ്വാരപാലക കേസും കട്ടളപ്പാളി കേസും, ഈ 2 കേസിലും ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു. അതോടെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന, അതായത് ജാമ്യം ലഭിച്ച് മറ്റൊരാൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന പ്രതി മുരാരി ബാബുവാണ്. ഈ കേസിലെ 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചിരുന്നു. പക്ഷേ മറ്റൊരു കേസിൽ കൂടി റിമാൻഡ് കാലാവധി ഉള്ളതിനാൽ ജാമ്യം ലഭിച്ചെങ്കിലും പുറത്തിറങ്ങാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കട്ടളപ്പാളി കേസിൽ കൂടി റിമാൻഡിൽ കഴിയുകയായിരുന്നു. അപ്പം ഈ മുരാരി ബാബുവിന് 2 കേസും നിലവിലുണ്ടെങ്കിൽ പോലും ഈ 2 കേസിലും 90 ദിവസം പിന്നിട്ടപ്പോൾ സ്വാഭാവിക ജാമ്യം കോടതി അനുവദിക്കുകയായിരുന്നു. എന്തായാലും ഈ കേസിൽ ആദ്യം പുറത്തിറങ്ങിയ ആൾ ആണ് ഈ മുരാരി ബാബു. ഈ ദ്വാരപാലക കേസിലും കട്ടളപ്പാളി കേസിലും മുരാരി ബാബുവിന് പങ്കുണ്ട് എന്നാണ് SIT കണ്ടെത്തി കോടതിയിൽ അറിയിച്ചത്. നമുക്കറിയാം, സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളാക്കി മാറ്റി എഴുതി എന്നതൊക്കെ അടക്കമുള്ള കേസാണ് ഉള്ളത്. ഇതിൽ കൃത്യമായുള്ള
തെളിവുകൾ സഹിതമായിരുന്നു കോടതിയിൽ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും ഈ 90 ദിവസം റിമാൻഡിൽ കഴിയുകയും ഒക്കെ ചെയ്തത്. പക്ഷേ SITയുടെ ഭാഗത്തു നിന്നും വലിയൊരു വീഴ്ച പറ്റിയത് ഇത്ര നാളായിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. ഈ സാധിക്കാത്ത ഈ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് പ്രതിഭാഗം കോടതിയെ സമീപിക്കുകയും ജാമ്യാപേക്ഷയിന്മേൽ വാദിക്കുകയും ചെയ്തത്. എന്തായാലും വിജിലൻസ് കോടതിയിൽ നിന്നാണ് ജാമ്യം ലഭ്യമായിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക കേസിൽ ജാമ്യം കിട്ടി. ഈ മുരാരി ബാബുവിന് 2 കേസിലും ഇപ്പോൾ ജാമ്യം ലഭ്യമായതുകൊണ്ട് സ്വാഭാവികമായും അങ്ങനെയെങ്കിൽ മറ്റു പ്രതികളും സമാനമായ രീതിയിൽ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കില്ലേ? അങ്ങനെയെങ്കിൽ അന്വേഷണ സംഘത്തിന് നീക്കം എന്താകും? കാരണം 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം കിട്ടുമെന്നതിനാൽ ഇത് മറ്റു പ്രതികൾക്കും ഇത് തന്നെ ബാധകമാകും. അങ്ങനെയെങ്കിൽ മറ്റു പ്രതികളുടെ ഈ കേസിലെ ഉണ്ണികൃഷ്ണൻ പോറ്റി, പത്മകുമാർ ഉൾപ്പെടെയുള്ള പ്രതികളുടെ നീക്കം എന്താണെന്ന് സൂചനകളുണ്ടോ? തീർച്ചയായിട്ടും നമുക്കറിയാം N വാസുവിനടക്കം ജാമ്യത്തിന് ശ്രമിച്ചുവെങ്കിലും സുപ്രീം കോടതിയിൽ നിന്ന് പോലും ജാമ്യം നിഷേധിച്ച സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. സുപ്രീം കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നു. കാരണം ദേവന്റെ മുതൽ കട്ട ആളല്ലേ എന്ന രീതിയിലുള്ള വിമർശനം നേരിടേണ്ടി വന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ പത്മകുമാർ പലതവണ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു. ഹൈക്കോടതിയിലടക്കം ജാമ്യത്തിന് ശ്രമിച്ചു. ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം നിഷേധിച്ച സാഹചര്യമാണുള്ളത്. നിലവിൽ 90 ദിവസം പിന്നിട്ട് കഴിഞ്ഞാൽ അവർക്ക് ജാമ്യം ലഭിക്കേണ്ട അവകാശമുണ്ട് എന്നുള്ള ഒരു നിയമം നിലനിൽക്കുകയാണ് ഈ SITയുടെ ഒരു മെല്ലപ്പോക്ക് വലിയൊരു വിമർശനത്തിലേക്ക് നയിക്കുന്നത്. കാരണം ഒരു ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാൻ SITക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതെല്ലാം പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള വലിയൊരു പഴുതായി തന്നെ മാറുന്നു എന്നുള്ളതാണ്. വലിയൊരു വിമർശനം നേരിടേണ്ടി വരുന്നു. വിദഗ്ധ അഭിഭാഷകരിൽ നിന്ന് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇത്രയും നാളായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഇടക്കാല ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കാത്തതിനെതിരെ വലിയ വിമർശനമാണ് SITക്ക് നേരിടേണ്ടി വരുന്നത്. അതുപോലെ തന്നെ തന്ത്രിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ രേഖകൾ കോടതിയിൽ ഹാജരാക്കി, ഈ വാജിവാഹനമടക്കം ഹാജരാക്കിയപ്പോൾ അവിടെയും SITക്ക് ചില തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇതിൽ കുറച്ച് വ്യക്തതകൾ വരുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ SITക്ക് ലഭ്യമാവുകയും ചെയ്തു. പക്ഷേ ഈ തന്ത്രിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. തന്ത്രിയുടെ അതായത് റിമാൻഡ് കാലാവധി കഴിഞ്ഞിരുന്നു. 14 ദിവസത്തേക്ക് തന്ത്രിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. തന്ത്രി അതുപോലെ തന്നെ ജാമ്യാപേക്ഷയും കോടതിയിൽ സമർപ്പിച്ച സാഹചര്യമുണ്ട്. ഈ മാസം 28-നാണ് തന്ത്രിയുടെ ജാമ്യം കോടതി പരിഗണിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 90 ദിവസം പിന്നിടുമ്പോൾ ഓരോ പ്രതികൾക്കും 90 ദിവസം പിന്നിടുമ്പോൾ സ്വാഭാവിക ജാമ്യത്തിനുള്ള ഒരു അവകാശമുണ്ട് എന്നുള്ള നിയമം നിലനിൽക്കുന്നത് വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. അവസാനമായി മറ്റൊരു വാർത്ത കൂടി സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നു. തിരുവനന്തപുരം കിളിമാനൂരിൽ വാഹനാപകടത്തിൽ ദമ്പതിമാർ മരിച്ച സംഭവത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കിളിമാനൂർ SHO D ജയൻ, SIമാരായ അരുൺ, ഷജീം എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കേസ് കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ച ഉണ്ടായെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിവരങ്ങളുമായി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഈ അപകടത്തിന് ശേഷം അപകടമുണ്ടാക്കിയ താർ ജീപ്പ് ഓടിച്ച ആളെ കസ്റ്റഡിയിലെടുത്തെങ്കിലും പോലീസ് നിസ്സാര വകുപ്പ് മാത്രം ചുമത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചെന്ന ഗുരുതരമായ ആക്ഷേപം പോലീസ് നേരെ ഉയർന്നതാണ്. ഇതാണോ സസ്പെൻഷന് കാരണമായത്? തീർച്ചയായും കഴിഞ്ഞ 3-ാം തീയതിയാണ് ഈ ആക്സിഡന്റ് സംഭവിക്കുന്നത് കിളിമാനൂരിൽ. തുടക്കം മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഓരോ നീക്കവും ജനങ്ങളിൽ ഒരു അതൃപ്തി ഉണ്ടാകുന്ന രീതിയിലായിരുന്നു. കാരണം ഈ നാട്ടുകാരാണ് അവിടെ ഈ സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ട ഈ വാഹനത്തെയും വാഹനം ഓടിച്ചിരുന്ന ആളെയും പോലീസിന് കൈമാറിയത്. വിഷ്ണു എന്ന ആളെയാണ് അന്ന് പോലീസിന് കൈമാറിയത്. എന്നാൽ തീരെ കേസിന്റെ പ്രാധാന്യം പോലും മനസ്സിലാക്കാതെ SHOയുടെ കൂടി അനുമതിയോടുകൂടി ഈ വിഷ്ണു എന്ന ആളിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്ന ഒരു രീതിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് തന്നെ തുടക്കത്തിൽ ഒരു പ്രതിഷേധമുണ്ടായി. മാത്രമല്ല അന്ന് ഈ സംഭവം നടന്നതിന് ശേഷം പോലീസ് ജാമ്യം കിട്ടുന്ന വകുപ്പ്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസ് എടുത്ത് ചാർജ് ചെയ്തിരുന്നത്. ഈ അംബികയുടെ മരണത്തിന് ശേഷമാണ് ഈ വകുപ്പ് മാറ്റി
വകുപ്പ് മാറ്റി കൂടുതൽ അതും ഏറെ എതിർപ്പുകൾ ബന്ധുക്കളുടെ ഉൾപ്പെടെ മുകളിലോട്ടുള്ള പരാതികൾ പോയതിനു ശേഷം മാത്രമാണ് ആ കേസിന്റെ വകുപ്പ് മാറ്റാൻ പോലും കിളിമാനൂർ പോലീസ് തയ്യാറാക്കി. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായതെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പ്രതിയെ വിഷ്ണു എന്ന പ്രതിയെ ഇനിയും പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പറയുന്നത് തമിഴ്നാട്ടിലെ ഒളിവിലാണെന്നാണ്. തമിഴ്നാട്ടിൽ ഉൾപ്പെടെ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നും അറിയുന്നു. ഈ വിഷ്ണുവിനെ രക്ഷപ്പെടാൻ സഹായിച്ച ഒരാൾ ആദർശ് എന്ന വ്യക്തിയെ കിളിമാനൂർ പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ അതാണ് കാരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടായ കേസാണ് കിളിമാനൂരിലെ വാഹനാപകടം. ദമ്പതിമാർ മരിച്ച സംഭവമാണ്. മുഖ്യപ്രതി ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ട് ഇയാളെ രക്ഷപ്പെടാൻ സഹായിച്ച ആദർശിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.